ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്കുള്ള ഒരു സംശയമാണ് എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് അഥവാ കാർഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. എപ്പോഴാണ് നമ്മൾ ഒരു യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്, പീരീഡ് മിസ്സാവുന്നതിന് എത്ര ദിവസം മുൻപ് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നറിയാനായിട്ട് സാധിക്കും എന്നതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം നിങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണ് ഈ യൂറിനിലും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിലും പ്രഗ്നൻസി പോസിറ്റീവ് കാണിക്കുന്നത് എന്നതാണ്. ടെസ്റ്റിൽ പോസിറ്റീവ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ബോഡിയിൽ β-HCG എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണം. അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ഫെർട്ടിലൈസേഷന് ശേഷം ആ എഗ്ഗ് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. ഈ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ പ്രക്രിയ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ β-HCG എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യം കാണുന്നത് ബ്ലഡിലും പിന്നീട് യൂറിനിലും കാണപ്പെടുന്നു. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ഈ β-HCG ബോഡിയിൽ ഉണ്ടാവുന്നത്. ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് പതിയെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞു വേണം നിങ്ങൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ പോലും നെഗറ്റീവ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിലൊന്നാണ് ടെസ്റ്റ് ചെയ്യാനെടുക്കുന്ന യൂറിൻ ഏത് സമയത്തുള്ളതാണ് എന്നത്. രാവിലത്തെ യൂറിൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് ചെയ്യുന്നതിന് മുൻപ് വെള്ളം കുടിക്കരുത്. ഇത് നിങ്ങളുടെ HCG ലെവലിനെ നേർപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് രാവിലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെള്ളം കുടിക്കാതെ യൂറിൻ ടെസ്റ്റ് ചെയ്താലും മതി. പീരീഡ് മിസ്സായതിനു ശേഷമാണെങ്കിൽ ഏത് സമയത്ത് യൂറിൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി പീരീഡ് മിസ്സാവുന്നതിന് എത്ര ദിവസം മുൻപ് ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. 6 ദിവസം മുൻപ് ടെസ്റ്റ് ചെയ്താലും പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാൻ സാധിക്കും. എന്നാൽ എല്ലാവർക്കും റിസൾട്ട് കറക്റ്റ് ആവണമെന്നില്ല. കാരണം ഓരോരുത്തരിലുമുള്ള β-HCG ലെവൽ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് പീരീഡ് മിസ്സായതിനു ശേഷം നോക്കുന്നതാവും നല്ലത്. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഈ കാർഡിലെ സെക്കൻഡ് ലൈൻ മാത്രം മങ്ങിയതായിട്ട് കണ്ടാൽ പ്രഗ്നൻസി നെഗറ്റീവ് ആണോ എന്നുള്ളത്. അല്ല, ഈ കാർഡിലുള്ള സെക്കൻഡ് ലൈൻ മങ്ങിയതായിട്ട് കണ്ടാലും പ്രഗ്നൻസി പോസിറ്റീവ് തന്നെയാണ്. യൂറിനിലെ β-HCG കുറവായതുകൊണ്ടാണ് ഇങ്ങനെ മങ്ങിയ ലൈൻ കാണിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ഇത് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. കാർഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.